ഇപ്പോൾ ഈ ഇലക്ഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് വലിയൊരു വിജയം സംസ്ഥാന സർക്കാരിന് വരികയാണെങ്കിൽ ആ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന പാർട്ടിയും കേരളത്തിലൂടെ മത്സരിക്കുന്നുണ്ട്. കേന്ദ്രം കേരളത്തോട് അവഗണന കാണിച്ചു എന്നും ആ അവഗണനയ്ക്കെതിരായി സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നും വന്നാൽ സ്വാഭാവികമായിട്ടും അവരുടെ സാധ്യതകളെ അത് വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ട് കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിനൊരു ഇടക്കാല ഉത്തരവ് വേണ്ട എന്ന് അവിടെ ആവശ്യപ്പെടുന്നത്. എന്നിട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ സുപ്രീം കോടതി എന്ന് ചോദിച്ച 2-3 കാര്യങ്ങൾ വളരെ സുപ്രധാനമാണ്. എന്തുകൊണ്ടാണ് ഒരു സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൽ എതിരായിട്ടൊരു നിലപാടുണ്ട് എങ്കിൽ അതുമായി കോടതിയിൽ വന്നുകൂടാത്തത്? അവർക്കതിന് വരാനുള്ള അവകാശമുണ്ട് എന്ന് കോടതി പറയുമ്പോൾ നമ്മുടെ കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഒരു വലിയ ഭരണഘടനാ തത്വം ഉയർത്തിപ്പിടിക്കുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. ആ അർത്ഥത്തിൽ അതാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. ഇപ്പോൾ ഈ 13,608 കോടി രൂപ അന്യഥ അവർ കൊടുക്കാൻ തീരുമാനിച്ചൊരു പൈസയാണ്. അതിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷം അതങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്ന് സുപ്രീം കോടതി ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരാണ്.